ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 4ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിൻ്റെ ഒരു ഹാഫ് ഇയർലി മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം. അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണ്? അങ്ങാടിയാണ്. അത് പിശാചിൻ്റെ സങ്കേതമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങാടി എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് റൂഹ് പിടിക്കുന്ന മലക്ക്. ആരാണ് റൂഹ് പിടിക്കുക? മലക്കുകൾക്ക് ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ജിബ്രീൽ വഹിയെത്തിക്കുക, മീക്കായിൽ ഇടി മിന്ന് കാറ്റ് ഭക്ഷണം, ഇതിൻ്റെ ഒക്കെ മലക്കാണ്. പിന്നെ അസ്രായിൽ റൂഹിനെ പിടിക്കും. അപ്പം അങ്ങനെ മറ്റു മലക്കുകളത് പഠിക്കട്ടോ, അതുപോലെ വരാം. അടുത്തത് രക്തസാക്ഷിയായ മഹദി. രക്തസാക്ഷിയായ മഹദിയാണ് ആര്? ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കടുത്ത പീഡനം ഏൽക്കേണ്ടി വന്നവർ. ബിലാൽ റളിയല്ലാഹു അൻഹു, മുസബ് റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, സിന്നിയ റളിയല്ലാഹു അൻഹ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ അബൂജഹലിൻ്റെ ക്രൂര മർദ്ദനമേറ്റ് രക്തസാക്ഷിയായത് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. സിന്നിയ റളിയല്ലാഹു അൻഹയുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പീഡനത്താൽ. അപ്പം അത് ഇതുപോലെ ഖാലിദ് ബിൻ വലീദ് എന്താണ് കൊടും പട്ടിണിക്കിട്ട് അല്ലേ മുസാബ് ബിൻ റളിയല്ലാഹു അൻഹുവിനെ തടങ്കിലിട്ട് പീഡിപ്പിച്ചു. അങ്ങനെ അല്ലാതെ മനസ്സിലാക്കുക, ഇതുപോലെ വരാം. ഇനിയാ ഈമാനിൻ്റെ പകുതിയാണ്. ഈമാനിൻ്റെ പകുതിയാണെന്ത്? ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. അല്ലാഹു തആലയുടെ സിഫത്തുകൾ. അല്ലാഹു തആലയുടെ സിഫത്തുകൾ എത്രയാണ്? 41 സിഫത്തുകളുണ്ട് അല്ലാഹു തആലാക്ക്. വാജിബ് 20, മുസ്തഹീൽ 20, ജായിസ് 1. അങ്ങനെ അല്ലാഹു തആലാക്ക് 41 സിഫത്തുകളുണ്ട്. 21, 61 എന്നൊക്കെ ഉണ്ട്. അപ്പം മാറിപ്പോകരുത് കേട്ടോ. അടുത്തത് സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല. എന്താണ്? സ്വാർത്ഥത സത്യവിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല. ഇനി ചേരുംപടി ചേർക്കാനാണ്. നമുക്ക് യോജിച്ചത് ചേർത്ത് കൊടുക്കണം. സ്വർഗം എന്താണ്? സന്തോഷം മാത്രമുള്ള സ്ഥലമാണ് സ്വർഗം. അപ്പം അതിൻ്റെ CA കൊടുക്കാം. നരകം എന്താണ്? ശിക്ഷയുടെ വീടാണ്. നരകം ശിക്ഷയുടെ വീടാണ്. അപ്പം അതിൻ്റെ D എഴുതാം. ഈമാൻ എന്താണ്? ഈമാൻ സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം. അപ്പം അതിന് B എഴുതാം. ഖുർആൻ എന്താണ്? കവിതയല്ല ആഭിചാരവുമല്ല. ഖുർആൻ കവിതയല്ല ആഭിചാരവുമല്ല. അപ്പം അതിൻ്റെ E എഴുതാം. അങ്ങാടി എന്താണ്? പിശാചിൻ്റെ സങ്കേതമാണ്. അപ്പം അതിൻ്റെ A എഴുതാം. അപ്പോൾ ഇങ്ങനെ പാഠം മനസ്സിലായാലാണ് ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ കേട്ടോ. പാഠം മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയാൽ ഡാഷ് എഴുതപ്പെടും. എന്താണ്? വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയാൽ ഒരു ഹസനത്ത് എഴുതപ്പെടും. വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയാൽ ഒരു ഹസനത്ത് എഴുതപ്പെടും. സ്വർഗം കാക്കുന്ന മലക്കാണ് ആര്? സ്വർഗം കാക്കുന്നത് റിൽവാൻ അലൈഹിസ്സലാമാണ് സ്വർഗം കാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നരകം കാക്കുന്നത് മാലിക് അലൈഹിസ്സലാം. ഖബറിൽ ചോദ്യം ചെയ്യുന്നത് മുൻകർ നക്കീർ അലൈഹിസ്സലാം. നന്മ തിന്മകൾ എഴുതുന്നത് റക്കീബ് അത്തീദ് അലൈഹിസ്സലാം. അപ്പോൾ അത് വന്നാൽ എഴുതാൻ കഴിയണം കേട്ടോ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് വർഷം രഹസ്യ പ്രബോധനം നടത്തി. എത്ര വർഷമാണ് രഹസ്യ പ്രബോധനം നടത്തിയത്? 3 വർഷം. രഹസ്യ പ്രബോധനം 3 വർഷം നടത്തിയിട്ടുണ്ട്. ആൺകുട്ടികൾ തലമുടി ഡാഷ് മുറിച്ചൊതുക്കണം. എന്താണ്? ആൺകുട്ടികൾ തലമുടി ചെറുതായി മുറിച്ചൊതുക്കണം. നമ്മൾ നിയമർ റജ്ൽ എന്ന് പറഞ്ഞ 8ാമത്തെ പാഠത്തിൽ വൃത്തിയുടെ മാർഗങ്ങൾ, നാം ശീലിക്കേണ്ട മാർഗങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതുപോലെ വരാം. ഒന്നിടവിട്ട ദിനങ്ങളിലാണ് എണ്ണ പുരട്ടേണ്ടത്. പിന്നെ നിത്യവും ഇടയ്ക്കിടെ പല്ല് തേക്കുക. കൈകാലുകൾ നഖങ്ങൾ കൃത്യമായി മുറിക്കുക. അപ്പോൾ അത് ഇതുപോലൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം, മനസ്സിലാക്കുക. ഇനി അടുത്തത്
സജ്ജനങ്ങൾ ഡാഷിൽ വെച്ച് അല്ലാഹു തആലയെ കാണും. എവിടെ വെച്ചിട്ടാണ് സജ്ജനങ്ങൾ അല്ലാഹു തആലയെ കാണുക? സ്വർഗത്തിൽ വെച്ച്. സജ്ജനങ്ങൾ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആലയെ കാണും. ഖുർആനിൻ്റെ അവതരണം തുടങ്ങിയത് ഡാഷ് 27-നാണ്. എന്നാണ് ഖുർആനിൻ്റെ അവതരണം തുടങ്ങിയത്? റമളാൻ 27. റമളാൻ 27-നാണ്. അപ്പോൾ ഖുർആൻ അവതരണം തുടങ്ങിയത് റമളാൻ 27. അപ്പോൾ റമളാൻ എന്ന് എഴുതാം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താ ചോദ്യം? വിഷച്ചെടിയുടെ മുള്ളാണ് ഭക്ഷണം. എവിടെ വിഷച്ചെടിയുടെ മുള്ള്? നരകത്തിലെ വിഷച്ചെടിയുടെ മുള്ളാണ് ഭക്ഷണം. നരകം. അടുത്ത നുബുവത്തിൻ്റെ 5-ാം വർഷം മുസ്ലിങ്ങൾ ഹിജ്റ പോയി. എവിടേക്കാണ് നുബുവത്തിൻ്റെ 5-ാം വർഷം മുസ്ലിങ്ങൾ ഹിജ്റ പോയത്? എത്യോപ്യയിലേക്കാണ് ഹിജ്റ പോയത്. എത്യോപ്യ. അപ്പോൾ അത് എഴുതി കൊടുക്കാം. അടുത്തത് അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദാണ്. സൂറിൽ ഊതുന്ന മലക്കിൻ്റെ പേര്? സൂറിൽ ഊതുന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് സൂറിൽ ഊതുന്നത്. കഅബ പുനർനിർമ്മാണം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 35 വയസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പോൾ 35 എഴുതാം. അടുത്തതാ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് ആര്? പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ പോലെയാണ് വിശ്വാസികൾ. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഭാഗം പോലെയാണ് ആരെന്ന് വെച്ചാൽ വിശ്വാസികൾ. മനസ്സിലാക്കട്ടോ. 2ാമത്തെ പാഠം അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന പാഠത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ പീഡിപ്പിച്ചത് എങ്ങനെയായിരുന്നു പീഡിപ്പിച്ചത്? നട്ടുച്ചക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യത്ത് നട്ടുച്ചക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെച്ചു. അടുത്തതാ വഴിയുടെ അവകാശങ്ങളിൽ 4 എണ്ണം എഴുതുക. വഴിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ദൃഷ്ടി താഴ്ത്തുക, ഉപദ്രവം തടയുക, സലാം മടക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നിവ വഴിയുടെ അവകാശങ്ങളാണ്. 11ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 11ാമത്തെ പാഠത്തിൽ കേട്ടോ. അപ്പോൾ വഴിയുടെ അവകാശങ്ങളൊക്കെ നിർബന്ധമായിട്ട് പഠിക്കുക. അടുത്തത് എന്താണ്? നമ്മെ സംരക്ഷിക്കാൻ എത്തുന്ന 2 വിഭാഗം മലക്കുകൾ സംബന്ധിക്കുന്നു. ഏത് ജമാഅത്തിലാണ് നമ്മളെ സംരക്ഷിക്കാൻ വരുന്ന മലക്കുകൾ സംബന്ധിക്കുക? സുബ്ഹി നിസ്കാരത്തിലും അസർ നിസ്കാരത്തിൻ്റെയും ജമാഅത്തിലാണ് അവർ സംബന്ധിക്കുക. സുബ്ഹി നിസ്കാരത്തിൻ്റെയും അസർ നിസ്കാരത്തിൻ്റെയും ജമാഅത്തിലാണ് അവർ സംബന്ധിക്കുക. അടുത്തത് എന്താണ്? സൂറത്തുൽ മസദിൽ മുന്നറിയിപ്പായിരുന്നു. എന്ത് മുന്നറിയിപ്പായിരുന്നു സൂറത്തുൽ മസദ്? അത് അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. അടുത്തത് ശുചിത്വ ശീലങ്ങളിൽ 2 എണ്ണം എഴുതുക. ശുചിത്വ ശീലങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. മുടിയിൽ ഒന്നിടവിട്ട ദിനങ്ങളിൽ എണ്ണ പുരട്ടുക, മുടി ചീകി വെക്കുക, കൈകാലുകളിൽ നഖങ്ങൾ കൃത്യമായി മുറിക്കുക, ദിവസവും കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് 2 എണ്ണം എഴുതുക. അടുത്തത് അല്ലാഹു തആലാക്ക് വാജിബായ 4 സിഫത്തുകൾ എഴുതുക. വാജിബായ 4 സിഫത്ത്. വാജിബായ സിഫത്തുകൾ നമ്മൾ ബൈത്തായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഉജൂദ്, കിദം, ബഖാ നമ്മൾ പാഠഭാഗത്തിൽ ബൈത്തായി പഠിച്ചിട്ടുണ്ട്. വർക്കിൽ അത് പിന്നെ ഓരോന്ന് വേർതിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നായി മനസ്സിലാക്കി പഠിക്കണം. ഇതുപോലെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഉജൂദ്, കിദം, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സി, വഹദാനിയത്ത്, ഖുദ്റത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർഡറിൽ പഠിച്ചാൽ നമുക്ക് 4 എണ്ണം എഴുതാൻ കഴിയും. മനസ്സിലായില്ല? അതിൻ്റെ ഓപ്ഷണൽ ചോദ്യമായിട്ട് നമുക്ക് ടിക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് വരാം. അനാദ്യനാവുക എന്നതിൻ്റെ അർത്ഥം എന്തിൻ്റെ അർത്ഥമാണ്? അനാദ്യനാവുക എന്നത് അൽ കിദം.
അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വന്ന മലക്കാണിത്. ഈ മഹാസംഭവം നടന്നതും ഇതുപോലുള്ള ഒരു രാത്രിയിലാണ്. വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞതാണത്. നമ്മളെ 6-ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു വറഖത്ത് ഇബ്നു നൗഫൽ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ പിതൃവ്യ പുത്രനാണ് വറഖത്ത് ഇബ്നു നൗഫൽ. അദ്ദേഹം വേദം പഠിച്ച ആളാണ്. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? സ്നേഹിതൻ മരണപ്പെട്ടാൽ അവനോടുള്ള കടമ എന്ത്? സ്നേഹിതൻ മരണപ്പെട്ടാൽ അവനോടുള്ള കടമ എന്താണ്? മരണാനന്തരം അവൻ്റെ ബന്ധുക്കളോടും അവൻ്റെ സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക. കൂട്ടുകാരോടുള്ള കടമകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്നതാണ്. അതുപോലെ നമുക്ക് കൂട്ടുകാരോടുള്ള കടമകളിൽ നിന്ന് 2 എഴുതുക എന്നൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. സാമ്പത്തിക സഹായം നൽകുക, ശാരീരിക സഹായം നൽകുക, അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക, സ്നേഹം അറിയിക്കുകയും നന്മകളെ പ്രശംസിക്കുകയും ഉപകാരത്തിന് നന്ദി പറയുകയും ചെയ്യുക, അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് മാപ്പ് നൽകുക, ജീവിതകാലത്തും മരണാനന്തരവും അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. സ്നേഹിതൻ മരണപ്പെട്ടാൽ അവനോടുള്ള കടമകൾ. അപ്പോൾ അത് നമുക്ക് എന്ത് എഴുതാം? ജീവിതകാലത്തും മരണാനന്തരവും അവനു വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹബന്ധം നിലനിർത്തുക, മരണാനന്തരം അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക. അപ്പോൾ അത് എഴുതാം. അടുത്ത ഇനി 5 വരിയിൽ എഴുതാനാണ്. 5 വരി കുറയാതെ എഴുതാനാണ്. എന്താണ്? സ്വർഗവും അനുഗ്രഹങ്ങളും അതിനെക്കുറിച്ച് എഴുതണം. 4-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. വിവിധ വർണ്ണങ്ങളിലുള്ള രുചികളിലുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ, ഹോറോയിൻ എന്ന സ്വർഗസുന്ദരികൾ, ഭക്ഷണം, ഭംഗിയുള്ള വസ്ത്രങ്ങൾ, മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, പ്രൗഢിയുള്ള വാഹനങ്ങൾ. അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം, ഭയമില്ല, സമാധാനം മാത്രം, രോഗമില്ല, ആരോഗ്യം മാത്രം, മരണമില്ല, ശാശ്വതമായ ജീവിതം. അപ്പോൾ അതത്രയും കാര്യങ്ങളൊക്കെ എഴുതാം. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ത്? അല്ലാഹു തആലയെ കാണുക എന്നത്. നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കാണും, പൂർണ്ണ രാവിലെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെയായിരിക്കും കാണുക. അപ്പോൾ അതൊക്കെ ആ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീൻ്റെ ആരംഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു കാലമായി ഒറ്റക്കിരുന്ന് ഹിറാ ഗുഹയിൽ ഇബാദത്ത് ചെയ്യുകയാണ്. ഭക്ഷണ സാധനങ്ങളെടുത്ത് ഗുഹയിലെത്തും, ഇബാദത്തിൽ മുഴുകും. ഇടക്ക് വീട്ടിൽ വന്ന് വീണ്ടും ഭക്ഷണ സാധനങ്ങളുമായി മടങ്ങും. അങ്ങനെ ഇരിക്കെ റമദാൻ 27 തിങ്കളാഴ്ച രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായി. ഇഖ്റ വായിക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറോടണിച്ച് പിടിവിട്ട ശേഷം വീണ്ടും പറഞ്ഞു, ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം മാറോടണച്ചു പിടിവിട്ടു ശേഷം വീണ്ടും പറഞ്ഞു, ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചു, ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല. മൂന്നാമതും ജിബ്രീൽ അലൈഹിസ്സലാം മാറോടണച്ചു പിടിവിട്ട ശേഷം മോദിക്കൊടുത്തു. ഇഖ്റ മുതൽ മാലം മ്യാലം വരെയുള്ള സൂറത്തുൽ അലക്കിലെ 5 ആയത്തുകൾ. ഇതായിരുന്നു ഖുർആനിൻ്റെ അവതരണം. 40 വയസ്സ് പൂർത്തിയായതോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വഹീൻ്റെ ആരംഭത്തെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എഴുതാം. അപ്പോൾ എത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്? നമുക്ക് 13-ാമത്തെ പാഠം വരെ ഉൾപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 5 വരി കുറയാതെ എഴുതാൻ ഓരോ പാഠത്തു നിന്നും മനസ്സിലാക്കി പഠിക്കണം. 1-ാമത്തെ പാഠം നരകത്തെക്കുറിച്ചിട്ട്. നേരത്തെ നമ്മൾ സ്വർഗവും അതിലെ സൗകര്യങ്ങളും പറഞ്ഞതുപോലെ നരകം ശിക്ഷയുടെ വീടാണ്. അത് തിന്മകളുടെ ഇതാണ്. പിന്നെ കത്തിയെരിയുന്ന തീയാണ്. ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ശക്തിയുണ്ട്. അവിടെ ഭീമൻ വിഷപ്പാമ്പുകളും വലിയ തേളുകളും. അവിടെ ദുഃഖം മാത്രമേ ഉള്ളൂ, സന്തോഷമില്ല. അവിടെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ, ആശ്വാസമില്ല.
വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. വൈല്, സക്കർ, ജഹന്നം, സൈർ തുടങ്ങിയ പേരുകളിൽ നരകങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട്. പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ സാഹോദര്യം, അതിനെക്കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ സത്യവിശ്വാസിയാകില്ല. സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണത്തിലും സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ഒരു ശരീരത്തിലെ ഒരവയവത്തിന് രോഗം ബാധിച്ചാൽ മറ്റു ശരീരഭാഗങ്ങൾ പനിച്ചും ഉറക്കമൊഴിച്ചും ആ പ്രയാസത്തിൽ പങ്കുചേരുന്നു. അപ്പോൾ അത് ആ പാഠത്തെക്കുറിച്ച് അതേപോലെ 5 വരി കുറയാതെ എഴുതാൻ കഴിയണം. പിന്നെ മൂന്നാമത്തെ പാഠം ബൈത്തുൽ അത്തീഖ്, കഅബയെ കുറിച്ചിട്ട്, ഹിജുർ ഇസ്മായിലിനെ കുറിച്ചിട്ടൊക്കെ അതിന് മനസ്സിലാക്കി എഴുതണം. ആ പാഠം നന്നായി മനസ്സിലാക്കി പഠിക്കുക. പുനർനിർമ്മാണ സന്ദർഭത്തിലുണ്ടായ തർക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹരിച്ചതും ഒക്കെ മനസ്സിലാക്കുക. പിന്നെ ഫി ഈശത്തിർ റാളിയ, സ്വർഗത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ 5-ാമത്തെ പാഠത്തിൽ കൂട്ടുകാരോടുള്ള കടമകൾ 5-ാമത്തെ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കുക. 6-ാമത്തെ പാഠത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വഹീൻ്റെ ആരംഭം. 7-ാമത്തെ പാഠത്തിൽ എന്താണ്? അല്ലാഹു തആലയുടെ വാജിബായ സിഫത്തുകൾ. അല്ലാഹു തആലയ്ക്ക് വാജിബും മുസ്തഹീലും ജായിസുമായ 41 സിഫത്തുകളുണ്ട്. അല്ലാഹു തആലയെ സിഫത്തുകളിലൂടെയാണ് നാം അറിയുന്നത്. അല്ലാഹു തആലയെ ആരും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിലാണ് അല്ലാഹു തആലയെ കണ്ടത്. സജ്ജനങ്ങൾ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആലയെ കാണും. ഏതൊരു കാര്യവും ചെയ്യാനും ചെയ്യാതിരിക്കാനും അല്ലാഹു തആലക്ക് അധികാരമുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും. ഉണ്ടാകാവുന്ന ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലുമാണ് അല്ലാഹു തആലയുടെ ജായിസായ സിഫത്ത്. നിയമറജല്, ശുദ്ധീകരണത്തെക്കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ അതിന് നാം സ്വീകരിക്കേണ്ട ശുചിത്വ ശീലങ്ങൾ മനസ്സിലാക്കുക. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പ്രബോധനത്തിനുള്ള തുടക്കമായിരുന്നു ആ സൂറത്തുൽ മുദ്ദസ്സിറിൻ്റെ ആഹ്വാനം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയതോ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആദ്യ മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി പഠിക്കുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിൽ കയറി പറഞ്ഞത് മനസ്സിലാക്കുക. മുഅക്കിബാത്ത്, മലക്കുകളെ കുറിച്ചിട്ട്. മലക്കുകൾ അദൃശ്യരാണ്. മലക്കുകളിൽ വിശ്വസിക്കൽ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിൽ പെട്ടതാണ്. അത് ഈമാൻ കാര്യങ്ങളിൽ 2-ാമത്തേതാണ്. മലക്കുകൾ അല്ലാഹു തആലയുടെ സൈന്യമാണ്. അവർ അല്ലാഹു തആലയുടെ കൽപ്പനക്ക് എതിര് പ്രവർത്തിക്കുകയില്ല. കൽപ്പന പ്രകാരം വിവിധ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ട്. അർഷിനെ ചുമക്കുന്നവർ, മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതിവെക്കുന്നവർ, ദിക്റിൻ്റെയും ഇൽമിൻ്റെയും സദസ്സിൽ പങ്കെടുക്കുന്നവർ, ജുമാക്ക് നേരത്തെ വരുന്നവരെ രേഖപ്പെടുത്തുന്നവർ. പ്രധാനികളായ 10 മലക്കുകളുടെ പേരും അവരുടെ ജോലിയും നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അൽ മുഅ്മിനു ഖാരിജൽ ബൈത്ത്, അങ്ങാടിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പിശാചിൻ്റെ സങ്കേതമാണ്. മസ്ജിദിലേക്ക് വലതുകാലും അങ്ങാടിയിലേക്ക് ഇടതുകാലും വെച്ച് പ്രവേശിക്കണം. അപ്പോൾ അങ്ങാടി പിശാചിൻ്റെ സങ്കേതമാണ്. അതിനെക്കുറിച്ച് എഴുതാൻ വന്നാൽ നമുക്ക് ഈ പാഠത്തുനിന്ന് 5 വരി കുറയാതെ എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. പിന്നെ വല്ലാഹി ലാ ഉസല്ലിമുക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിൽ ഏർപ്പെട്ടപ്പോൾ ഖുറൈശികൾ തടഞ്ഞതും, അബൂ ത്വാലിബ് സഹോദരപുത്ര നിനക്കിഷ്ടപ്പെട്ടുള്ളത് പറഞ്ഞോളൂ, ഞാൻ നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ അടുത്തേക്ക് ഉത്ബത്ത് ബിൻ റബിയയെ അയക്കുകയാണ്. പ്രലോഭനത്തിൻ്റെ വഴികൾ അവർ സ്വീകരിച്ചു.
ഷുഐബ് അബി തോലിബിൽ ഉപരോധിക്കപ്പെട്ടു. കഅബയിൽ പത്രിക തൂക്കി അതിൽ അള്ളാഹുവിൻ്റെ പേരൊഴികെ ബാക്കിയെല്ലാം ചിതൽ തിന്ന് നശിച്ചുപോയി. അപ്പോൾ അതൊക്കെ ആ പാഠത്തു നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ എത്രയാണ് ഇതിൽ വന്നത്. അപ്പം കൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് മറ്റൊരു ചോദ്യപേപ്പർ കൂടി ഉണ്ട്, അപ്ലോഡ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.